ഇന്നലെ ഇന്നലെ വൈകുന്നേരം ആന കയറിയിട്ട് ഇവർ നമ്മുടെ 3-4 ആറാട്ടി ഡ്യൂട്ടിക്കാരെ സ്റ്റാഫൊക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവർ നമ്മുടെ മുകളിലത്തെ മറ്റേ ജോണി ലോപ്പസേറിൻ്റെ അവിടെ ആന എന്നിട്ട് ഇവർ അവിടുന്ന് ആന ഓടിച്ചു വിടുകയൊക്കെ ചെയ്ത് ആന അങ്ങോട്ട് വന്ന് ഈ റൂട്ട് തന്നെ 2-3 പ്രാവശ്യം ഇവർ റൗണ്ട് അടിച്ച് ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ട് ഈ വരും രാവിലെ വരുന്ന ഒഴിക്കുന്നത് ആനയില്ലായിരുന്നു. ഒരു 10-12 മണിയോട് കൂടി ഇങ്ങനെ പോകുമ്പോഴൊന്നും ഈ തെങ്ങ് നോടി കുഴപ്പമില്ല, ഇവരെ പോയതല്ലേ. 2 മണി മീൻസ് രാത്രി 2 മണി. രാത്രി 2 മണിക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ വിളിക്കാറായപ്പോൾ ഈ സംഭവം കാണുന്നത്. അപ്പോൾ അവർ ആന ഓടിച്ചു വിടി. ആന അക്കരെ പുഴിക്കക്കരെ കയറി വീണ്ടും രണ്ടാമത് തിരിച്ചു വന്നതാണ്. അങ്ങനെയാണ് ഈ പറമ്പ് ഈ ബേബിച്ചൻ്റെ പറമ്പിൽ കയറി ഇതെല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ട്. സർ, നമ്മളിവിടെ വർഷങ്ങളായിട്ട് നമ്മൾക്ക് ഇത് തന്നെയാണ്, ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പരാതി പ്രശ്നം ഉള്ളത്. നമ്മൾ ഫെൻസിങ്ങിൻ്റെ ഇതും എല്ലാം പറയുന്നുണ്ട്. ഇത് എന്താ ഇതിൻ്റെ ഉള്ള ശാശ്വതമായിട്ടുള്ള ഇപ്പോൾ ഉടനെ ഫെൻസിങ് ഓൾറെഡി ആയി, ടെൻഡറുമായി, പണി തുടങ്ങിയാൽ മതി. എന്താ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? തടസ്സങ്ങളായിട്ടൊന്നുമില്ല. ഉടൻ തന്നെ പണി തുടങ്ങും. പണി ഉടൻ തന്നെ തുടങ്ങും, ഫെൻസിങ് വരികയും ചെയ്യും. അപ്പം നിലവിൽ ഇപ്പം ഇത് എത്രയും പെട്ടെന്ന് ഫെൻസിങ് വരുവാണെങ്കിൽ അത്രയും നല്ലത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സർ, ഇവിടെ നമ്മൾക്ക് ഇപ്പം ചെണ്ട വീട്ടിൽ ഇതിൻ്റെ ആണെങ്കിൽ ഫെൻസിങ് പ്രൈവറ്റ് ഫെൻസിങ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മരം തള്ളിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയോ ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്ന് വീണ്ടും കൃഷിനാശം ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്ന കാട്ടിലെ ഒരു ട്രെഞ്ചിങ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാതെ ഒരു ട്രെഞ്ചിങ് അങ്ങനെയുള്ള ഒരു പ്ലസ് ഫെൻസിങ് കൂടിയാണ് പറയുന്നത്. അത് അല്ല, അത് കാട്ടിലൂടെ വെച്ചാൽ പുഴി നമ്മുടെ ഈ പാറക്കെട്ട് പിടിച്ച മേഖലയോട്ട് നമുക്ക് ട്രെഞ്ചോട്ട് ഒരിക്കലും പ്രായോഗികമല്ല. കാട്ടിൽ എപ്പോഴും ആനയ്ക്ക് കയറാനോ ആന കൃഷിയിടത്തിൽ കയറാതിരിക്കാൻ നമ്മൾ എപ്പോഴും നല്ല ഫെൻസിങ് തന്നെയാണ്. അല്ല, ഫെൻസിങ് ഒഴിവാക്കുക എന്നല്ല പറയുന്നത്. ഫെൻസിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടി. ഫെൻസിങ് ഒരു ഒന്നാണ്, മെയിനാണ്. അഡീഷണൽ ആയിട്ടൊന്നുകൂടി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫെൻസിങ് ഇട്ടതിന് ശേഷം നമുക്ക് രൂക്ഷമായിട്ട് ആനശല്യം വരുവാണെങ്കിൽ അതിന് ബദലെന്തൊരു മാർഗ്ഗം അന്നേരം സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇട്ട് നോക്കുമ്പോഴേ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നം പിന്നെ രൂക്ഷമാകുവാണെങ്കിൽ നമുക്ക് അതിന് പുറത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഫെൻസിങ്ങിൻ്റെ ഹാങ്ങിങ് ഫെൻസിങ് ആയിരുന്നു. ആയിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിൽക്കും, ആനശല്യം നിൽക്കും. ഹാങ്ങിങ് ഫെൻസിങ് എന്നാലും ആനശല്യം നിൽക്കും. ഓൾറെഡി ഇട്ടിടത്തെല്ലാം അങ്ങനെയാണ് കാണുന്നത്, ആനശല്യം ഉണ്ടാവില്ല. പക്ഷേ അതിപ്പോൾ ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഇതൊരു ഭയങ്കര രൂക്ഷമായിട്ട് പ്രശ്നത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ. എത്ര സമയം എടുക്കും ഇനിയിപ്പോൾ ഏതെങ്കിലും ഫണ്ടായി എന്ന് പറയുന്നു ഇത് പൂർണ്ണമായിട്ട് തീരാനായിട്ട് എത്ര സമയം എടുക്കും? ഫെൻസിങ് അതിൻ്റെ അനുവദിച്ച് മാക്സിമം 1 മാസം വേണ്ട. കാരണം 3 അടി അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രം കൊടുത്തു പോകുന്നുള്ളൂ. 1 മാസം കൊണ്ട് വർക്ക് പൂർത്തിയാവും. ഓൾറെഡി വർക്ക് തുടങ്ങാറായിട്ടുണ്ട്, അവർ തുടങ്ങുന്നതാണ്. ഓക്കെ. ഇപ്പോഴേ എറമ്പിൽ മാത്രമാണോ? കാരണം ആന അപ്പുറത്തോട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ട്, 2 സൈഡിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം ഫെൻസിങ് ഇടുന്നത് ഒരു പ്രായോഗികമാണോ? മുകളിലും കൂടി ഫെൻസിങ്, അത് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ നിലവിൽ നിൽക്കുന്ന ആനകളുടെ ശല്യം രൂക്ഷമാണെങ്കിൽ നമ്മൾ മുകളിൽ കൂടെ ഫെൻസിങ് ഇട്ട് കൊടുക്കാത്ത രീതിയിൽ സംവിധാനം ചെയ്യാൻ അന്നേരം അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് ഓൾറെഡി ആയിരിക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞിട്ട് രൂക്ഷമാണെങ്കിൽ ഒന്നെങ്കിൽ ആന നമ്മൾ ഇറക്കി വിടുവോ എന്താ അന്നേരം ബദൽ മാർഗ്ഗം തരിക. പിന്നെ ഈ ഫെൻസിങ് ഇടുന്ന ഭാഗത്ത് അത്യാവശ്യം വാതിലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഫെൻസിങ് ഇടുന്നത്. അപ്പോൾ ആനയുടെ രൂക്ഷ നമ്മൾ ചാടിച്ച് അക്കരെ കടത്തി വരും. അങ്ങനത്തെ സംവിധാനമാണ് ആലോചിക്കുന്നത്. എത്ര ഫണ്ടാണ് ഇപ്പോൾ ഓൾറെഡി? നിലവിൽ 11 ലക്ഷം രൂപയായിട്ടാണ് അറിവ് ഈ ഭാഗത്ത്. ഫണ്ട് വ്യക്തമായിട്ട് എനിക്കറിയില്ലെങ്കിൽ പോലും ഫണ്ട് ഫുള്ളായിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന അതായത് തൂക്കുപാലം മുതൽ കരിമണൽ പാലത്തിന്റെ എൻഡ് വരെ നമുക്ക് ഓൾറെഡി പൈസ അനുവദിച്ചിട്ടുണ്ട്. ഓൾറെഡി വർക്ക് ഉണ്ടാവും. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.